നമ്മളിന്ന് പെരുന്നാളൊക്കെ അടിച്ചു വെച്ച് നമ്മളൊന്ന് പുറത്തു പോകാട്ടോ. കേട്ടതല്ല ചുമ്മാ ടൂർ പോവാൻ. അപ്പൊ നമുക്കിത് എവിടെയെങ്കിലും വെച്ച് ഞങ്ങൾ ചോറിനാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയതാണ് ഗൈസ്. ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. നമ്മളതപ്പോൾ പെരുന്നാളായിട്ടൊന്ന് പുറത്ത് പോയതാണ് കേട്ടോ. പെരുന്നാളിൻ്റെ അന്ന് പോകാൻ പറ്റിയില്ല. നമ്മളിത് ചൊവ്വാഴ്ചയാണ് കേട്ടോ പോകുന്നത്. വേറെ ഒന്നുമല്ല, ചുമ്മാ എല്ലാവരുമായിട്ടൊന്ന് പുറത്ത് പോയതാട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കൊണ്ടുപോയായിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഉമ്മ ബിരിയാണി കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് അതൊക്കെ കഴിക്കാൻ കേട്ടോ. കഴിച്ചിട്ട് നമ്മൾ എങ്ങടെ പോകണമെന്നൊന്നും തീരുമാനിച്ചില്ല. അവിടെ മാവ് ഇട്ടുണ്ട്. അതിന് മാങ്ങ ഒരു രസം ചെയ്യാൻ നമുക്ക് മാങ്ങയൊന്നും കിട്ടിയില്ല കേട്ടോ. എല്ലാവരും അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളം പോകാമെന്ന് ഓർത്തിട്ടാണ് ബോട്ടിൽ കയറാൻ. പൈസ കുറച്ച് ദിവസമായി പറയണു പോകണമെന്ന്. പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല. നമ്മൾ വീട്ടിലെല്ലാവരും കൂടി പെരുന്നാളൊക്കെ ആഘോഷിച്ചിട്ട് പോയില്ല. നമ്മളപ്പോൾ അതാ എറണാകുളം എത്തിയിട്ടാണ്. എറണാകുളത്ത് നമ്മൾ ബോട്ടിൽ കയറാനാണ് പോകണേ. ആദ്യം നമ്മൾ നല്ല പരിവേഷമുണ്ട് ബിരിയാണി കഴിച്ചിട്ട്. അപ്പോൾ നമ്മളിതാ കുലുക്കി കുടിക്കാമെന്ന് പറഞ്ഞ് കുലുക്കി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ ഫൈസിക്ക് ഇതാ കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞിട്ട് കോളിഫ്ലവർ മേടിച്ച് കഴിക്കട്ടെ. അവന് കുലിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കുലുക്കി ഇങ്ങനെ അടിക്കണം നോക്കിക്കൊണ്ടിരിക്കാം. അവൻ എന്താ വീഡിയോ എടുക്കണം കണ്ടിട്ട് കുലുക്കി ഒരു ഗ്ലാസ് അങ്ങോട്ട് പൊട്ടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കുലുക്കാൻ പറഞ്ഞിട്ട് അവൻ ജന്മത്ത് കുലുക്കിയില്ല കേട്ടോ. അവൻ്റെ അടുത്ത് കുലുക്കാൻ പറയാൻ അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും ഒരേ കുലുക്കി കുടിച്ചിട്ട് ഇതാ നേരെ ബോട്ടിൽ കയറാൻ വേണ്ടി പോകാൻ കേട്ടോ. ഫൈസി കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ബോട്ടിൽ അപ്പം തന്നെ കയറിയാൽ മതി എന്നുള്ളത്. നല്ല തിരക്കാണ് കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞെങ്കിലും പിറ്റേന്ന് എല്ലാവർക്കും അവധിയാണല്ലോ. അത് കാരണം നല്ല ജനമായിരുന്നു കേട്ടോ. നല്ല വെയിലും നല്ല തിരക്കുമായിരുന്നേ. എന്നിട്ട് നമ്മളിതാ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോവായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ബോട്ടിലേക്ക് കയറി. നമ്മുടെ ആദ്യമായിട്ടാണ് കേട്ടോ ബോട്ടിൽ കയറാൻ പോകുന്നത്. പൈസ പിടിച്ചോട്ടോ. ബോട്ടിലൊക്കെ നമ്മൾ കയറി കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എങ്ങടാ പോകേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചാലോ, ഒരു മോമോസ് കഴിച്ചാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഐ ലവ് യു കൊച്ചിയുടെ അങ്ങോട്ട് വാക്വേലാട്ടോ പോകുന്നത്. അവിടെ നമ്മളെപ്പോൾ പോയാലും അവിടെ പോയി മോമോസ് കഴിക്കാറുണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോൾ പക്ഷേ മോമോസ് ആയിട്ടില്ല. എന്നിട്ട് നമ്മൾ ഒരു പാനിപ്പൂരി കേട്ടോ ഞാൻ കഴിച്ചത്. വാപ്പച്ചി ചായ കഴിച്ചു, ഫൈസി ജ്യൂസ് കുടിച്ചു. അങ്ങനെ പലരും അവനവന് ഇഷ്ടമുള്ളത് തന്നെയാണ് അങ്ങനെ കേട്ടോ കഴിച്ചത്. ഞാൻ പാനിപ്പൂരിയാണ് കഴിച്ചത്. അത്ര മെച്ചമൊന്നും ഉണ്ടായില്ല കേട്ടോ. അവിടെ എല്ലാം ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. പക്ഷെ അത്ര ടേസ്റ്റൊന്നും ഉണ്ടായില്ല കേട്ടോ. എന്നാലും കഴിച്ചു. പിന്നെ നമ്മളിതാ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വൈപ്പിൻ പോകാമെന്ന് ഓർത്തു കേട്ടോ. അവിടെ ചുമ്മാ ബീച്ചിൽ പോകാമെന്ന് ഓർത്ത് അങ്ങനെ പോകണ വഴിക്ക് ഇതാ ഇവിടെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. സേവ് ദ ഡേറ്റ്, ഫോട്ടോഷൂട്ട് അങ്ങനെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. ഇതുവരെ നമ്മൾ അതിൽ പോയപ്പോൾ കണ്ടിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മൾ എന്നിട്ട് അവിടെ ഇറങ്ങി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അറ്റം വരെ പോയിട്ട് അവിടെ ആയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വരെ പോയി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. അതുപോലെ ഒരുപാട് പേര് വരുന്നുണ്ട് അവിടെ. ഫോട്ടോഷൂട്ടിന് മാത്രമായിട്ട് തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ല ഭംഗിയുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. നമ്മൾ എന്നിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അതെല്ലാം അറ്റം വരെ പോയി നോക്കി. പക്ഷെ ഒരുപാട് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ചതുപ്പാണ്. അപ്പോൾ ഇങ്ങനെ താന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും അറ്റം വരെ ഒരുപാട് അങ്ങോട്ട് അറ്റം വരെ പോയില്ല. എന്നിട്ട് എന്നാലും ഏകദേശം പോയി. അവിടെ ഇന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകാൻ കേട്ടോ. തിരിച്ച് നമ്മൾ വൈപ്പിൻ പോകാം.
അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടോ നല്ല തിരക്കാണെന്ന്. കാറിലിരുന്ന് തന്നെ ഫൈസി പട്ടം പറക്കണം കണ്ടിട്ട് പട്ടം വേണമെന്നും പറഞ്ഞായിട്ടോ. എന്നിട്ട് ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് പട്ടം മേടിച്ചു കേട്ടോ. എന്നിട്ട് എല്ലാവരും അത് മാറി മാറി പറത്തി വെക്കാണ്ട് നല്ല രസമാണ്. ഇതിന് മുന്നേ നമ്മൾ പരുന്തുപാറ പോയപ്പോഴാണ് കേട്ടോ ഇതുപോലെ പട്ടം മേടിച്ച് പറത്തിക്കൊണ്ട് നടന്നത്. പട്ടം പറത്തിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ആ സൈഡിലൊരു മരത്തിലൊരു ഊനാലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് അതിൽ ആടാൻ, നല്ല ഹൈറ്റിൽ പോട്ടോ. നമ്മൾ ആടാൻ ചെന്നപ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു. നമ്മൾ പിന്നെ നോക്കിക്കായിരുന്നു കേട്ടോ ആടാൻ പോകാൻ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? അയ്യോ എന്റെ ഒരു കൈ എവിടെയടേ? രണ്ടൂന്ന് കൈയായിട്ട് വന്നേന്. നമ്മുടെ ഈ ചെറിയൊരു വ്ളോഗ് കേട്ടോ. ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്